ഇപ്പോ മായയുടെ കുടുംബം നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫോണിൽ വിളിച്ച് കിട്ടിയിരുന്നോ? വിളിച്ചു കിട്ടി. എന്ത് പറഞ്ഞു അവര്? വരുന്നുണ്ട്. ഭയങ്കര ആശങ്കയായി പോയല്ലേ? എന്താ പറഞ്ഞ? ഇത് പാറക്കൂട്ടത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. ആനക്കൂട്ടത്തിൽ പേടിച്ച് കടന്നു പോയായിരുന്നു. ഒരു അറിയിലോട്ട് അപ്പുറം പോയിട്ട് ഉള്ളിലേക്ക് വനത്തിലേക്ക് കയറി പോയായിരുന്നു. വഴി അത് ആനയെ കണ്ട് പേടിച്ചോടിയതാണ്. കാരണം വഴിയൊക്കെ പരിചയമുള്ളവരാണ്. അതെ വഴി ഓടിക്കാൻ മാറിപ്പോയി കഴിഞ്ഞപ്പോൾ ആന അപ്പുറം ഇപ്പുറമായി. അതിട്ട് പിന്നെ ആ മുടിയുടെ മുകളിലേക്ക് കയറി. രാത്രി മുഴുവൻ ആ കടുത്ത് തന്നെ ഇരുന്നു. ആ പാറയുടെ മുകളിൽ ഇരിക്കുമായിരുന്നു. ഒരു 3 പേരുണ്ടായിരുന്നില്ല. അതാ മകനും കൂടി ഉൾപ്പെട്ട സംഘമാണ് തെരച്ചിൽ നടത്തി ഇപ്പം മായയെ കണ്ടെത്തിയത് അല്ലേ? മറ്റുള്ളവരും സുരക്ഷിതരാണോ? എല്ലാവരും സുരക്ഷിത. അവർ 2 മണിക്കൂറുള്ളിൽ വരും. എങ്ങനെയും 2-3 മണിക്കൂർ എടുക്കും അവിടെ വരാൻ. അത്രയും ദൂരെയാണ് ഇപ്പോഴുള്ളത്. 4 കിലോമീറ്ററിലധികം ഉണ്ടോ? പിന്നെ ടയർഡായി കാണുമല്ലോ അവര്. ഉച്ചയ്ക്ക് പോയതാ? ഭക്ഷണം ഒന്നും കഴിക്കാതെ 3 പേരും ഭക്ഷണം കഴിച്ചിട്ടില്ല. സാധാരണ ഇങ്ങനെ അവരെപ്പോഴും പശുവിനെ കാണാതാവുമ്പോ ഇങ്ങനെ അന്വേഷിച്ച് പോയി കണ്ടെത്തി വരാറുണ്ട്. പശു വരാറുള്ളതാണ്. ഇവിടെ അടുത്തൊക്കെ വരല്ലോ. എല്ലാവരും എത്തിയല്ലേ? ബന്ധുക്കളൊക്കെ എത്തിയിരുന്നു. എല്ലാരും ചേച്ചിയാ ഭയങ്കര പേടിച്ചു പോയി അല്ലെ? എല്ലാവരും ഭയങ്കര ആശങ്കയിലായിരുന്നു. പക്ഷെ ഇപ്പൊ സന്തോഷമായി, 3 പേര് സുരക്ഷിതാന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി. പേടിച്ചു പോയി എന്ന് പറഞ്ഞാൽ രാവിലെ പോലും ഞങ്ങൾ അന്വേഷിച്ചു പോയി. ഇവന്റെ റോളി അസഹിക്കാൻ പറ്റില്ലാത്ത ഇവനാണെങ്കിൽ സുഖമില്ലാത്തതാ. ഇവനാരും ഇല്ലാതെയായി പോകും. അത് ഓർത്തപ്പം സഹിക്കാൻ പറ്റിയില്ല. ഇവർക്ക് പരിചയമുള്ള കാടൊക്കെയാണല്ലേ? ഇവരെപ്പോഴും അടുത്ത് താമസിക്കുന്നവരാണ്, പരിചയമൊക്കെ ഉണ്ട് അല്ലേ? അതായിരിക്കും കുറച്ചും കൂടി അവർക്ക് ധൈര്യത്തോടെ അവിടെ പിടിച്ചേക്കാൻ പറ്റിയതല്ലേ? അതവരെ പരിധിക്ക് പുറത്താണല്ലോ. പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ വിളിക്കാനും. ഞങ്ങൾ തിരിച്ച് വിളിച്ചു കഴിഞ്ഞു. അന്നേരം തൊട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എപ്പോഴും ഓരോ 10 മിനിറ്റ് ഇടവിട്ട്. ചേട്ടനെയല്ലേ ഇന്നലെ മായ ആദ്യം വിളിച്ച? ചേട്ടനെയല്ലേ ഇങ്ങനെ അകത്താണ് വഴി തെറ്റി എന്തായിരുന്നു ആദ്യം വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇവിടെ വഴി തെറ്റി, ഇവിടെ അടുത്തവരും വന്നു, തൊട്ടടുത്തവരും വന്നാളു. എന്നിട്ടല്ലേ മാറിപ്പോയത്, വഴി തെറ്റിപ്പോയത്, വഴി മാറിപ്പോയത്. ഇപ്പൊ വിളിച്ചപ്പോ പറഞ്ഞാൽ കുഴപ്പമില്ല ചെയ്യുന്ന പറഞ്ഞു. ഈ രാത്രി മുഴുവൻ പാറക്കൂട്ടത്തിന്റെ മുകളിൽ തന്നെ അങ്ങ് ഞെരി അങ്ങ് ആർക്കുത്തിക്ക് അപ്പുറം പാറയുടെ മുകളിൽ കയറിയിരിക്കുവായിരുന്നു. പിന്നെ പെങ്ങളുണ്ട്. പെങ്ങൾക്ക് നന്നായിട്ട് കാടറിയാം. പെങ്ങൾക്ക് മാത്രമേ ശരിക്കും കാടറിയാവുള്ളൂ. ചേച്ചി ഇത്ര പ്രായമുണ്ട്. ഇവിടെ ജനിച്ചു വളർന്നിട്ട് കാളറിയാൻ ശരിക്കും. ഇവർക്ക് രണ്ടും കാളറിയില്ലല്ലോ. എന്തായാലും 3 പേര് ഉടൻ തന്നെ 2 മണിക്കൂറിനുള്ളിൽ എത്തും.